അപ്പോൾ ഈ കൃത്രിമ മണൽ ഉണ്ടാക്കാനായിട്ട് അതിൽ നമ്മൾ കളയുന്ന ചെറിയ ചെറിയ കല്ലുകൾ പാറകൾ പൊടിച്ച് അതിനെ നമ്മൾ സംയോജിപ്പിച്ചിട്ടാണ്. ഈ പാറ ശരിക്കും വേസ്റ്റ് പാറയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ പാറകൾ, മറ്റേ കളറ് കല്ലുകൾ, ഇതൊക്കെ നല്ല ഉറപ്പുണ്ടെങ്കിലും ഇതാരും ഉപയോഗിക്കില്ല. ഇതെല്ലാം ഒഴിവാക്കി ഈ അമ്പലവയലിൽ ഒരുപാട് ഇത് കെട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ സാധനം അവിടെ നിന്ന് കോരിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസയും വാങ്ങില്ല. അപ്പോൾ ആകെ ഈ വണ്ടി അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ ഒരു 10 രൂപ മാത്രം അടച്ചാൽ മതി. അങ്ങനെ ഈ സാധനം പൊടിച്ച് ഇതൊക്കെ ആക്കി നല്ല ഒരു ഉൽപ്പാദനമൊക്കെ ആയപ്പോൾ അവരും വിചാരിച്ചത് നല്ല പരിപാടി, കുഴപ്പമില്ലാതെ. അങ്ങനെ ആ സാധനത്തിന് ഇന്ന് അവിടെ 1600 രൂപ വിലയാണ്. കാരണം ഇത്രയും ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഒന്നും ആരും അന്വേഷിച്ചില്ലാത്ത ഒരു സ്ഥലവും ആർക്കും വേണ്ടാത്ത ഒരു സാധനത്തെ നമ്മൾ മാർക്കറ്റ് ഉണ്ടാക്കി. ഇതിങ്ങനെ പൊടിക്കുന്നത് എങ്ങനെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ കൊണ്ടുവന്നിട്ട് അതിൽ ഫസ്റ്റ് തന്നെ ജോ ക്രഷറാണ്. ജോ ക്രഷറിൽ വെച്ചിട്ടാണ് ഈ പാറേനെ പൊടിച്ച് സൈസ് ആക്കുന്നത്. അതിൽ നിന്ന് രണ്ടാമതാണ് ഞാൻ ചെയ്ത മെഷീൻ ഉണ്ട്. ആ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇത് പോകുമ്പോഴാണ് കറക്റ്റ് ആ മണലിൻ്റെ ഷേപ്പായി വരിക. ഈ മണലിന് സാധാരണ നമ്മുടെ മണൽ പോലെ തന്നെ അത്രയും ക്വാളിറ്റി എങ്ങനെ? തീർച്ചയായിട്ടും അതിനേക്കാളും ക്വാളിറ്റി കൂടുതൽ. എന്താ കാരണം എന്ന് വെച്ചാൽ സാധാരണ പ്രകൃതിയിൽ മണലുണ്ടാകുന്നത് പാറകൾ വെള്ളത്തിൽ കൂടെ ശക്തിയായിട്ട് ഉരുണ്ട് പോയി പൊടിഞ്ഞിട്ടാണ് മണലുണ്ടാകുന്നത്. അതേ പ്രക്രിയ തന്നെയാണ് ഈ മെഷീനിൽ ചെല്ലുമ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഴുക്കുകളോ ഒന്നും ചെളീൻ്റെ അംശങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല പ്യുവർ മണലായിരിക്കും. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 8-9 വർഷത്തിൻ്റെ അടുത്തായി ഈ ഫീൽഡ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ആദ്യമായി ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം വരുമ്പോൾ തന്നെ മറ്റുള്ള മണൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ ഇതിനെതിരെ എതിർപ്പുമായിട്ട് കണ്ടമാനം എതിർപ്പുണ്ടായിരുന്നു. അവർ പറയും ഇത് അങ്ങനെയാണ്, ശരിയല്ല, ഇതിൽ ഉപ്പിൻ്റെ അംശമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പാറ വെടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മറ്റേ കെമിക്കൽ ചേർക്കുന്നുണ്ട്. ആ സാധനം സ്ഫോടനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സ്ഫോടനം ഉണ്ടാകുമ്പോഴാണ് പാറ ചാടുന്നത്. അതോടെ നിർവീര്യമായി പോവുകയാണ്. ഇതിൽ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ ആൾക്കാർ വെറുതെ പറയും ഉപ്പാണ് അതാണ് എന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കെട്ടിനും മെയിൻ കോൺക്രീറ്റിന് വരെ പാലത്തിന് വരെ ഉപയോഗിക്കാമെന്നാണ് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ വിമർശകരുടെയൊക്കെ മറുപടി, അപ്പോൾ അവർ പിന്നെ വന്ന് നമ്മളെ ഓർഡർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഒരു പ്രാവശ്യം തള്ളി പറഞ്ഞവർ രണ്ടാമത് വന്ന് നമ്മളിൽ നിന്ന് തന്നെ മണൽ വാങ്ങിക്കൊണ്ടുപോകും. തീർച്ചയായിട്ടും അവർ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ ഒറിജിനൽ മണൽ ഇറക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എൻ്റെ മണലെടുക്കുന്നു. വയനാട് ജില്ലയിലെ തന്നെ അല്ലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായാണല്ലോ ഈ ഒരു സംവിധാനം. ഇതിന് എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് ഫുൾ ഇരുമ്പാണ്. പിന്നെ അതിൽ ഡ്രെയിനിൻ്റെ ലീഫുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട്. പക്ഷേ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ അതിൽ കപ്പാസിറ്റി ഒരു മാക്സിമം ഒരു ഇത്രയേ പറ്റുള്ളൂ ഉണ്ട്. പിന്നെ തേയ്മാനം കൂടുതലാണ്. എന്താ വെച്ചിട്ട് നമ്മളാണല്ലോ ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് തേയ്മാനങ്ങൾ കൂടുതലുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ കല്ലിന് വിലയില്ലായിരുന്നു. നമുക്ക് ഫ്രീ കിട്ടുന്ന സാധനം കയറ്റുകൂലി മാത്രം 90 രൂപ കൊടുത്താൽ മതി. ഇന്നിപ്പോൾ അത് കയറ്റുകൂലി, വണ്ടിക്കൂലി, പിന്നെ കല്ലിൻ്റെ 1400, അതെല്ലാം കൂടി വരുമ്പോൾ സൈറ്റിൽ വരുമ്പോൾ 3500 രൂപ വിലയാണ്. പക്ഷെ ഇന്നത്തെ കണ്ടീഷനിൽ ആ മിഷൻ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് മണൽ കൊടുത്താൽ എന്തായാലും മുതലാവില്ല. അങ്ങനെയാണ് ഞാൻ മറ്റേ കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടുന്ന വിദേശ നിർമ്മിത മിഷൻ കൊണ്ടുവന്ന് അതിൽ ഒരു 150 ലോഡ് വരെ ഒരു ദിവസം അടിക്കുക. വിദേശ നിർമ്മിത മിഷൻ കൊണ്ടുവന്നു. അപ്പോൾ അതിലെന്താണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? അതിൽ മോഡിഫിക്കേഷൻ ചെയ്തത് തന്നെ അതിൽ പാറ്റേണുകളാണ്. അതിൽ നല്ല ക്വാളിറ്റിയുള്ള മറ്റേ ഇരുമ്പുകളാണ്. അതിൽ മറ്റേ ഇത് മാഗ്നറ്റ് സ്റ്റീലും അതും എല്ലാം ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട് ഇരുമ്പിൽ. അപ്പോൾ തേയ്മാനങ്ങൾ കുറവായിരിക്കും. അപ്പോൾ മറ്റ് നമ്മൾ മണൽ വാങ്ങുന്നതിനേക്കാളും വളരെ വിലയും വളരെ കുറവ് തന്നെയാണ്. വളരെ കുറവാണ്. മറ്റുള്ള മണലിന് ഒരു ലോഡിന് ഇവിടെ 20,000 രൂപ, 22,000 രൂപ. ആ സ്ഥാനത്ത് ഇത് വരികയാണെങ്കിൽ 11,000 രൂപയെ വരുന്നുള്ളൂ ഒരു ലോഡിന്. വലിയ ലോഡ് 9,000 രൂപ ഒരു ലോഡിന് ലാഭം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ക്വാളിറ്റി മറ്റു മണലിനേക്കാൾ വളരെ മുന്നിലും. പിന്നെ ക്വാളിറ്റി മറ്റേ മണലാണെങ്കിൽ അത് അരിക്കാൻ വേണ്ടിയിട്ട് 4 ആളുടെ പണി വരും. അരിക്കുമ്പോൾ അതിൽ വേസ്റ്റ് ഒരു 15% പോകും. ഇത് അരിക്കാൻ മിഷൻ തന്നെ അരിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് വരുന്നത്. അരിക്കാൻ ആളെ നിർത്തണ്ട, വേസ്റ്റ് പോകാനില്ല, പൈസ ഒരുപാട് ലാഭമാണ്. അപ്പോൾ ഇന്ന് വയനാട് ജില്ലയിൽ മാത്രമാണോ അതോ മറ്റ്
ജില്ലകളിലേക്ക്, കേരളത്തിൻ്റെ മൊത്തം അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് ഇത് കയറ്റി അയക്കുന്നുണ്ടോ? ഇത് തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്കും ഈ മണൽ പോകുന്നുണ്ട്. അത് ക്ലിപ്പി മണൽ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. തമിഴ്നാട് പോകുന്നുണ്ട്. ക്ലിപ്പിയുടെ മണൽ, അതാണ് ക്ലിപ്പി മണൽ എന്ന് പറയുന്നത്. അത് കാരണം ഞാനാണ് ഈ സ്ഥാപനം ഫസ്റ്റിൽ ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ക്ലിപ്പിന്ന് ഒരു കമ്പനീൻ്റെ എൻ്റെ പേരാണെന്നല്ല ആദ്യമുള്ളവർക്ക് അറിയായിരുന്നു, പിന്നെ പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങിയത് കൊണ്ട് എല്ലാവരും ഈ പേര് ക്ലിപ്പി മണൽ എന്ന് ഇട്ടു. ഈ മണലിന് ക്ഷാമം വരുമ്പോൾ ക്ലിപ്പിയുടെ അടുത്ത് ഓർഡർ ചെയ്യാം. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ട്, അതെന്താണെന്ന്? ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്നുമല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ ഏറ്റവും കൂടിയ മറ്റേ ടൈറ്റുള്ള ഒരു സാധനമാണ്. ആ ടൈമിലാണ് ഞാൻ ഇത്രയും ഗുണമുള്ളൊരു സാധനം കൊണ്ടുവന്നത്. വിലയിലും വ്യത്യാസമാണ്, ഗുണത്തിലും ഓക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയി. ഫസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വലിയ ഫ്ലാറ്റ് 10 നില 15 നില ഫ്ലാറ്റുകാർ വരെ ഇത് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമുക്ക് ഓർഡറിനനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്.